Hello friends, welcome back to my channel Tips and Tricks. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് മെയ് 11-ന് എന്തൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നടന്നത് എന്ന് നോക്കാം. ലോക മാതൃദിനം മെയ് 10. അപ്പോൾ മെയ് 10 ലോക മാതൃദിനമാണ്, വേൾഡ് മദേഴ്സ് ഡേ. റീബിൽഡ് കേരള പുതിയ സിഇഒ ആയി നിയമിതനായത് രാജേഷ് കുമാർ സിംഗ് ആണ്. അപ്പൊ റീബിൽഡ് കേരളയുടെ പുതിയ സിഇഒ ആയി നിയമിതനായത് ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. ഒരു വർഷത്തേക്ക് പാൻ മസാല നിരോധിച്ച സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. അപ്പൊ ജാർഖണ്ഡ് ആണ് ഒരു വർഷത്തേക്ക് പാൻ മസാല നിരോധിച്ച സംസ്ഥാനം. വോഗ് മാസികയുടെ കോവിഡ്-19 പോരാളി പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഭരണകർത്താവ് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറാണ്. അപ്പോൾ കെ ശൈലജ ടീച്ചറാണ് വോഗ് മാസികയുടെ കോവിഡ്-19 പോരാളി പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഭരണകർത്താവ്. മനഃപൂർവ്വം രോഗം പടർത്തുന്നവർക്കായി കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസ് ഇറക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. അപ്പം മനഃപൂർവ്വം രോഗം പടർത്തുന്നവർക്കായി കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. അടുത്ത ചോദ്യം, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്ക് ദ ഡെത്ത് ഓഫ് ജീസസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് JM കോട്സി ആണ്. അപ്പൊ JM കോട്സി ആണ് ദ ഡെത്ത് ഓഫ് ജീസസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഓക്കെ, അടുത്ത ഫാക്ട്, കോവിഡ്-19 ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി ക്വാറന്റൈൻ, സേഫ് എന്നീ 2 മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചത് IIT ബോംബെ ആണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. IIT ബോംബെ ആരംഭിച്ച 2 മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ക്വാറന്റൈൻ, സേഫ്. അടുത്ത ചോദ്യം, ക്രിട്ടിക്സ് ചോയ്സ് ഫിലിം അവാർഡ്സ് 2020 മികച്ച നടനുള്ള അവാർഡ് നേടിയത് മമ്മൂട്ടിയാണ്. അപ്പൊ മമ്മൂട്ടിക്കാണ് ക്രിട്ടിക്സ് ചോയ്സ് ഫിലിം അവാർഡ്സ് 2020 മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. പേടിഎം ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡിന്റെ MDയും സിഇഒയുമായി നിയമിതനായത് ആര്? വിനീത് അറോറയാണ് പേടിഎം ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡിന്റെ MD ആൻഡ് സിഇഒ ആയി നിയമിതനായത്. കൊറോണ സ്റ്റഡീസ് സീരീസ് ബുക്സ് ആരംഭിച്ചത് NBT നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ് കൊറോണ സ്റ്റഡീസ് സീരീസ് ബുക്സ് ആരംഭിച്ചത്, NBT. പൊതുജനങ്ങളെ അണുവിക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വി സേഫ് ടണൽ ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. അപ്പൊ തെലങ്കാന പൊതുജനങ്ങളെ അണുവിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വി സേഫ് ടണൽ ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. കോവിഡ്-19നുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സ്നേഹ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറമാണ് സ്നേഹ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ചത്. കോവിഡ്-19നുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ. BSNL പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന്റെ പേരെന്ത്? ഭാരത് ഇൻസ്റ്റ് പേ എന്നതാണ് BSNL പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന്റെ പേര്, ഭാരത് ഇൻസ്റ്റ് പേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് ഇന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. വീണ്ടും കാണാം. താങ്ക്